ഗൈസ് എല്ലാവർക്കും അറിയാലോ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റല എന്ന് പറയുന്ന പുതിയ സ്പാനിഷ് പരിശീലകൻ സൂപ്പർ കപ്പിനോടകം തന്നെ ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. പലർക്കും ഉള്ള ഡൗട്ടാണ്, പുതിയ പരിശീലകൻ വരുമ്പോഴത്തേക്കും കോച്ചിങ് സ്റ്റാഫ്സും സാധാരണ കോച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മാർക്കസ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡേവിഡ് കാറ്റലയ്ക്കൊപ്പം പെർഫോമൻസ് കോച്ച് മാത്രമായിരിക്കും ജോയിൻ ചെയ്യുക, മറ്റ് കോച്ചിങ് സ്റ്റാഫ്സ് ഒക്കെ അടുത്ത സീസണിലേക്കാവും ജോയിൻ ചെയ്യുന്നുണ്ടാകുക. കാരണം പലവരും പല ക്ലബ്സുമായിട്ടൊക്കെ കോൺട്രാക്റ്റഡ് ആണ് എന്നുള്ള സാഹചര്യത്തിൽ പൊതുവെ നമുക്കറിയാമല്ലോ, ഒരു കോച്ച് വരുന്ന സമയത്ത് ആ കോച്ചിനോടൊപ്പം ഒരു അസിസ്റ്റന്റ് കോച്ച് ഉണ്ടാവും, കണ്ടീഷനിങ് കോച്ച് ഉണ്ടാവും, സംടൈംസ് സെറ്റ് പീസ് കോച്ച് ഉണ്ടാവും, ഗോൾ കീപ്പിംഗ് കോച്ച് ഉണ്ടാവും, അനലിസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഒന്നിച്ചു വരിക. അപ്പം ഈ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പെർഫോമൻസ് കോച്ച് മാത്രം ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പം പലർക്കുള്ള സംശയമാണ്, ഈ പെർഫോമൻസ് കോച്ച് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് കോച്ച് തന്നെയാണോ എന്നുള്ളത്. പക്ഷേ അല്ല, ഇത് ഒരു ഡിഫറെൻറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ അസിസ്റ്റന്റ് കോച്ചിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പം ടാക്ടിക്കൽ പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ ട്രെയിനിങ് സെഷൻസ്, മാച്ച് സ്ട്രാറ്റജീസ്. അതായത് ഒരു ഹെഡ് കോച്ചിൻ്റെ ഒരു ഡ്യൂട്ടി എന്താണോ അദ്ദേഹത്തെ മെയിനായിട്ട് അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. എങ്കിൽ പെർഫോമൻസ് കോച്ചിലേക്ക് വരുമ്പോഴത്തേക്കും മെൻ്റൽ ആൻഡ് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പ്ലേയേഴ്സിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ടാക്ടിക്കൽ പെർഫോമൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒരു ശ്രദ്ധ വരുന്നത്. അതുപോലെ നമുക്കറിയാം, അസിസ്റ്റന്റ് കോച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ കാര്യത്തിലും കോച്ചിനെ, അതായത് ഹെഡ് കോച്ചിനെ അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അതിപ്പം പ്ലാൻസ് ആണെങ്കിലും, ഇപ്പോൾ ഒപ്പോണൻസിനെ വിലയിരുത്തുന്ന കാര്യങ്ങളാണെങ്കിലും, ഡ്രിൽസ് ആണെങ്കിലും ഒക്കെ. എന്നാൽ പെർഫോമൻസ് കോച്ചിലേക്ക് വരുന്ന സമയത്ത് പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ് പ്രധാനമായിട്ട് നോക്കുക, ഇഞ്ചുറി പ്രിവെൻഷൻസ് നോക്കുക, റിക്കവറീസ് നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യം. ഇനി പ്ലേയേഴ്സും അസിസ്റ്റന്റ് കോച്ചുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹെഡ് കോച്ച് എന്താണോ അതിൻ്റേതുപോലെ തന്നെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. അതായത് ടാക്ടിക്കലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അങ്ങനെ കോച്ചിങ് കാര്യങ്ങൾ സംസാരിക്കുക എന്നൊക്കെയുള്ളതാണ്. എന്നാൽ പെർഫോമൻസ് കോച്ചിന്റെ ഇൻട്രാക്ഷൻ ഒക്കെ വരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ടായിരിക്കും. ഇപ്പോൾ മൈൻഡ് സെറ്റ് ആണെങ്കിലും, ട്രെയിനിങ്ങിലെ പെർഫോമൻസ് ആണെങ്കിലും, ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും. മാച്ച് ഡേയിലെ റോള് അസിസ്റ്റന്റ് കോച്ചിന് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ. ഇപ്പം ഹെഡ് കോച്ചിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാ തരത്തിലും സഹായിക്കുക, ടാക്ടിക്കലി ആണെങ്കിലും, ഡിസിഷൻസ് എടുക്കുന്നതാണെങ്കിലും. അതുപോലെ സംടൈംസ് അസിസ്റ്റന്റ് കോച്ചസ് പോലും അഡ്വൈസസ് പ്ലേയേഴ്സിന് ഗ്രൗണ്ടിന്റെ പുറത്ത് നിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. എന്നാൽ മാച്ച് ഡേയിൽ പെർഫോമൻസ് കോച്ച് ആണെങ്കിൽ പ്ലേയേഴ്സിനെയൊക്കെ എല്ലാ തരത്തിലും മോണിറ്റർ ചെയ്യുന്നൊരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അതിനിപ്പം മത്സരത്തിലാണെങ്കിലും, മത്സരത്തിന് മുമ്പുള്ള വാമപ്പ് സെഷൻസിലാണെങ്കിലും, അല്ലെങ്കിൽ അതിനുശേഷമുള്ള റിക്കവറി സെഷൻസിലാണെങ്കിലും ഒക്കെ. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും